എല്ലാവർക്കും ലതാസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ കുറച്ച് ചെറിത്തക്കാളിയുടെ വിളവെടുപ്പാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ തക്കാളിയുടെ ലാസ്റ്റത്തെ വിളവെടുപ്പാണ്. ഇതിൻ്റെ മുന്നേ 2-3 പ്രാവശ്യം നമുക്ക് അത്യാവശ്യത്തിന് തക്കാളിയൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇത് ചുവപ്പ് ചെറുത്തക്കാളിയാണ് കേട്ടോ. ഇത് മഞ്ഞേനേക്കാളും കുറച്ചും കൂടെ മധുരമുണ്ട്. നല്ല 2 തക്കാളി നല്ല മധുരമുള്ളത് തന്നെയാണ് കേട്ടോ. ഭയങ്കര നീളത്തിലാണ് ഇത് പോവുക. ഇപ്പോൾ പടവല പന്തലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത് കയറി വന്നിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ മറ്റേ തക്കാളി പോലെ ഇതിന് രോഗബാധയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. മറ്റേ തക്കാളിക്ക് കുറച്ചൊക്കെ ഉണ്ടായാൽ പിന്നെ പൂപ്പ് ഇതൊക്കെ ആയിട്ട് ഒരു വാട്ടം ഒക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. ആ തക്കാളി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഇന്നും വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വേഗം പോയി. ഇത് അത്ര വേഗമൊന്നും പോയിട്ടില്ല. നമ്മളിപ്പോൾ ഇത് ലാസ്റ്റത്തേണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യം അങ്ങോട്ടാണ് നമ്മളിതിന്ന് എടുക്കണത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ മഴക്കാലത്ത് അങ്ങനെ ഈ തക്കാളി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ വെച്ച് നോക്കിയിട്ടുമില്ല. ഞാനിപ്പോൾ ഇത് ചട്ടിയിലൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ നിലത്ത് വെക്കുകയാണെങ്കിലും എന്തായാലും ഇതിന് നല്ല വടി നീളമുള്ളത് കെട്ടി കൊടുക്കണം. നല്ല ഉയരത്തിൽ പോയിട്ടാണ് ഇത്. താഴ്ന്നേ കായ ഉണ്ടാവും, പിന്നെ നല്ല ഉയരത്തിലാണ് ഇത് പോണത്. അവിടെയൊക്കെയും കായ ഉണ്ടാവും. പിന്നെ നമ്മളിത് യാതൊരുവിധ കെമിക്കലും ഇടാതെ കണ്ട് ഉണ്ടാക്കണ കാരണം ഇത് പൊട്ടിച്ചാൽ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. ഫ്രിഡ്ജിലൊന്നും ഞങ്ങൾ വെക്കാറേ ഇല്ല. അപ്പോൾ ഇത് ആ ഒരു ഫ്രഷായിട്ട് എടുക്കണ കാരണം നമ്മൾ കറിയിലേക്കൊന്നും ഇടണില്ല കേട്ടോ. സാലഡിലേക്ക് എടുക്കും. പിന്നെ നമ്മളിത് പച്ചയ്ക്ക് കഴിക്കാനും എടുത്ത് വെക്കുകയാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇതിന്ന് എന്താ മനസ്സിലാവുകയെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണേ 2 ദിവസം പുറത്തിരിക്കുമ്പോഴേക്കും അത് ചീഞ്ഞ് പോകും. ഇതിപ്പോൾ ഒരാഴ്ച പുറത്ത് വെച്ചാലും ഒരു കേടുമില്ല. ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച വെച്ചത് ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ ആവശ്യത്തിന് എടുത്ത് കഴിക്കും, ഫ്രിഡ്ജിൽ വെക്കാതെ. അപ്പോൾ വളമിട്ടതും വളമിടാത്തതും തമ്മിലുള്ള വ്യത്യാസം നമുക്കിത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ തമ്മിലിൽ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചട്ടിയിലായാലും നിലത്തായാലും കുറച്ച് പച്ചക്കറി ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലത് കഴിക്കാമല്ലോ. ഇത് കെമിക്കലൊന്നും ഉപയോഗിക്കാത്ത നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെ അറിഞ്ഞിട്ട് കഴിക്കാം. അതിനുണ്ടാക്കുക തന്നെ. ഇതിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ നടന്നെന്ന് വരില്ല. കാരണം ചിലവർക്ക് ജോലി തിരക്കുകൾ ഉണ്ടാവും, ചിലവർ ഫ്ലാറ്റിലാവും താമസിക്കുന്നത്. അങ്ങനെ പലർക്കും പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. എന്നാലും നമുക്ക് പറ്റണ പോലെ എങ്ങനെയെങ്കിലും ചെയ്താൽ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതെന്ന് മാത്രം. ഈ തക്കാളി ഉണ്ടാക്കാനൊന്നും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നൊന്നും പറയാനില്ല കേട്ടോ. നമ്മളിതിപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ തൈ മേടിച്ച് കൊടുന്നപ്പോൾ ഇത് മണ്ണൊക്കെ നന്നായി കിളച്ച് ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, ഇത്തിരി വെണ്ണീറും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ മണ്ണൊരുക്കി. അത് കഴിഞ്ഞ് ഇത് വെച്ച് പിന്നെ അത് കുറച്ചൊരു പകുതി വലുതായി കുറച്ചൊക്കെ ആരോഗ്യമുള്ള തൈകളായിട്ട് വന്നപ്പോൾ വീണ്ടും അതേപോലെ ഒരു പ്രാവശ്യം കൂടി ആ വളങ്ങളൊക്കെ തന്നെ ഇട്ട് കൊടുത്ത് മണ്ണും കയറ്റി. പിന്നെ നമ്മൾ ഒന്നരാടം നനയ്ക്കും. പിന്നെ വല്ല കേടുകളൊക്കെ ഉണ്ടാകാൻ നോക്കും. ഇപ്പോൾ ഈ തക്കാളിക്ക് കാര്യമായിട്ട് കേടൊന്നും ചെറുതക്കാളിക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മറ്റേ തക്കാളിക്ക് ഉണ്ടാവാറുണ്ട് കേട്. പിന്നെ ഇത് കയപ്പയ്ക്കാണ്. ഇതിന് കേടൊന്നുമില്ല. ഈ ജന്തുക്കൾ വന്ന് കുത്തിയത് കേടായിട്ട് പോവും. അപ്പം ഞാൻ ഇതിന് കവറിട്ട് കൊടുക്കുക. അപ്പം കവറിട്ട് കൊടുത്ത് അത് പഴുത്തോന്നൊന്നും ചിലപ്പോൾ മറന്നിട്ട് നോക്കില്ല. അങ്ങനെ നിന്ന് പഴുത്തിട്ടുള്ളതാണ്. കേടല്ല കേട്ടോ ഇത് കവറിട്ട് കൊടുത്താൽ കേട് വരില്ല. അത് കുത്തിയാൽ പിന്നെ ചീഞ്ഞ് പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് വളർന്നിടാത്തതല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കേടൊന്നുമില്ല. കുരുവൊക്കെ അങ്ങോട്ട് വിത്തിനെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഇത് തക്കാളി വഴുതനങ്ങയാണ്. ഇത് നന്നായി ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കമ്പിൽ കായാന്ന് പറയുക. അതിൽ നല്ല ഉണ്ടാവും. ഒരു 2 വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പാറിലേക്കൊക്കെ ഇടാൻ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ ചട്ടിയിലും വെച്ചിട്ടുണ്ട്, പറമ്പിലും ഒത്തിരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കോളിഫ്ലവറും കാബേജും കൃഷിയാണ് കേട്ടോ. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യത്തിൽ ഇടാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.